നമസ്തേ. 6/3/2025 വ്യാഴാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിനു മുമ്പ് ഇത് തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇതെന്തെങ്കിലും ലൈക്കോ കമൻറ്റോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കമൻറ്റ് ചെയ്യുക, ലൈക്കല്ല പ്രധാനമായിട്ട് കമൻറ്റ്, എന്തെങ്കിലും ഒരു കമൻറ്റ് സ്റ്റിക്കറായിട്ടാണെങ്കിൽ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യുന്ന കമൻറ്റ് ആണ് എനിക്ക് ഇതിടാനായിട്ട് പ്രചോദനം. പിന്നെ നിങ്ങളിത് ഷെയർ ചെയ്യുക കൂടെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത്. കാരണം നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്കിലോ വാട്സാപ്പൊക്കെ ആയിട്ട് നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ അയച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രയോജനപ്പെടുന്നവർക്ക് പ്രയോജനപ്പെട്ടെ. കാരണം ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് നാളെ നേരമെടുത്ത് നിങ്ങളെല്ലാവരും രാജാവായും എന്നൊന്നും ഞാൻ പറയില്ല. അങ്ങനെ ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് വരാൻ കഴിയുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഇല്ലാതാക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സത്യസന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ധൈര്യമായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും നിങ്ങളുടെ മക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കാവുന്നത് തന്നെയാണ്. പുറത്തൊക്കെ ഉള്ളവർക്കോ അല്ലെങ്കിൽ ഒക്കെ അയച്ചു കൊടുക്കാവുന്നത് തന്നെയാണ്. കാരണം വരാവുന്ന ദോഷങ്ങൾ വരാതിരിക്കണം എന്ന് വിചാരിച്ചാണ്. ഈ പറയുന്ന ദോഷങ്ങൾ കഠിനദോഷം, ഒരാൾ പറഞ്ഞു ഇങ്ങനെ കഠിനദോഷം എന്ന് പറയരുതെന്ന്. കഠിനദോഷത്തെ കഠിനദോഷം തന്നെ പറയാൻ കഴിയും. ദോഷം എന്ന് പറയുന്നുണ്ട്, അത് ദോഷമായിട്ടുള്ളത്. കഠിനദോഷത്തിന് ദോഷത്തേക്കാൾ കൂടുതലാണ് കഠിനദോഷം. അപ്പോൾ കഠിനദോഷത്തെ പറയാൻ കഴിയും. അങ്ങനെ ഉള്ളവരെന്താ ചെയ്യുക? നന്നായിട്ട് നാമം ജപിച്ചാൽ മതി, പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. ഒരു നന്നായിട്ട് നാമം ജപിക്കുക, അല്ലെങ്കിൽ തൻ്റെ ധർമ്മദൈവത്തിൻ്റെ നാമം ജപിക്കുക, തൻ്റെ ഇഷ്ടദേവതയുടെ നാമമൊക്കെ ജപിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം. അപ്പം നാമം ജപിച്ചാൽ കഠിനദോഷം എന്ന് പറയുന്നവർ നാമജപത്തിൻ്റെ അളവ് കൂട്ടുക, ക്ഷേത്ര ദർശനം നടത്തുക, ഇതൊക്കെ ചെയ്താൽ മതി. അതേപോലെ പരിഹാരങ്ങൾ പറയാത്തത്, പരിഹാരങ്ങൾ എപ്പോഴും വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജാതകം പരിശോധിച്ച് മാത്രമേ പരിഹാര കാര്യങ്ങൾ പറഞ്ഞാൽ ഫലമാവുകയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് പരിഹാര കർമ്മങ്ങൾ പറയാത്തത്. പരിഹാര കർമ്മങ്ങൾ ചെയ്യണമെന്നുള്ള ജാതകം പരിശോധിക്കുമ്പോൾ തന്നെ ചെയ്യണം. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. 6/3/2025 വ്യാഴാഴ്ച മേടം ധനു രാശിക്കാർക്ക് ശുഭകരവും, ഇടവം കർക്കിടകം ചിങ്ങം മകരം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും, കന്നി വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും, മിഥുനം തുലാം കുംഭം മീനം രാശിക്കാർക്ക് കഠിനദോഷവും തന്നെയാണ്. ഈ കഠിനദോഷം എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ ജാതകം ഗുണകരമാണെങ്കിൽ ദോഷത്തിൻ്റെ അളവ് കുറയും എന്നുകൂടെ മനസ്സിലാക്കുക. ഇനി ജാതകം ഗുണകരമല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ദോഷമുണ്ടാകുകയും ചെയ്യും. അപ്പോൾ അത് നന്നായി ഈശ്വരനെ പ്രാർത്ഥിക്കുക, അതേ മാർക്കുള്ളൂ. ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂർ. മേടക്കൂറുകാർക്ക് പൊതുവെ ശുഭകരമാണ്. എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതേപോലെ അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് കഴിയും. എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മവിശ്വാസം ഉണ്ടാകുകയും ചെയ്യും. അതേപോലെ പിതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ മേടക്കൂറുകാർക്ക് ലഭിക്കും. എന്നാൽ മനസ്സും ബുദ്ധിയും ഒന്നും അത്ര നേരെ നിൽക്കുന്ന ദിവസം അല്ലാത്തത് കൊണ്ട്, എന്ന് പറഞ്ഞാൽ അത്ര അനുകൂലമല്ലാത്തത് കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ വാക്കുകൾ അത്ര അനുകൂലമായിരിക്കില്ല. അപ്പോൾ അറിയാതെ വീഴുന്ന വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. അങ്ങനെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ചുപയോഗിക്കണം. ബന്ധുജനങ്ങളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാകും. വാക്കുകൾ അനുകൂലമായി ഇവരൊക്കെ അനുകൂലമാകും. മാതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കില്ല, എന്നാൽ പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കുകയും ചെയ്യും. സഹോദര സ്ഥാനീയരൊക്കെ മേടം രാശിക്കാർക്ക് അനുകൂലമാണ്. ശത്രുദോഷമൊന്നും വലിയ കാര്യമായിട്ട് വരാത്ത ദോഷമാണ്. അതേപോലെ ധനപരമായ കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കും. മക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നുമൊക്കെ അനുകൂല സാഹചര്യങ്ങളുണ്ടാവും. ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ പല സഹായങ്ങളും ലഭിക്കും. അതേപോലെ തൊഴിൽ മേഖലയിലും ഗുണകരമായിരിക്കും. പൊതുവെ മേടം രാശിക്കാർക്ക് മേന്മയുള്ള ദിവസം തന്നെ ആയിരിക്കും. ഇടവം കാർത്തിക അവസാന കാൽഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം.
ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ഇടവം രാശിക്കാർക്ക്. എങ്കിലും ദൈവാധീനം വളരെ കുറവായ ഒരു ദിവസം കൂടെ ആയതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എങ്കിലും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും. ഈ ആത്മവിശ്വാസം അമിത ആത്മവിശ്വാസമാകാതിരിക്കാൻ ഇടവൻ രാശിക്കാർ ശ്രദ്ധിക്കണം. അതേപോലെ വാക്കുകളൊക്കെ അനുകൂലമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. സുഹൃത്തുക്കളും ബന്ധുക്കളും അനുകൂലമായിരിക്കും. ജീവിത പങ്കാളിൽ നിന്ന് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാകും. അലസതയില്ലാതെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാനായിട്ടും കഴിയും. എന്നാൽ ദൈവാധീനം കുറവായതുകൊണ്ട് ചില ധനനഷ്ടമൊക്കെ ഇടവക്കൂറുകാർക്ക് ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത ഉണ്ട്. തൊഴിൽ രംഗത്ത് അത്ര മേന്മയായിരിക്കില്ല. സഹപ്രവർത്തകർ അനുകൂലമായിരിക്കില്ല. അതേപോലെ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഇടവം രാശിക്കാർക്ക് ഉണ്ടാകും. ഇനി മിഥുനം, മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർതമാദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല. കഠിനദോഷം എന്ന് പറയുന്ന ഒരു ഇതുള്ള ദിവസം തന്നെയാണ്. അപ്പോൾ ജാതകമൊക്കെ അനുകൂലമാണെങ്കിൽ അത്ര ദോഷമൊന്നുമില്ല. ഇല്ലെങ്കിൽ നല്ല നാമമൊക്കെ ജപിച്ചിട്ട് അവരുടെ കർമ്മ മേഖലയിലേക്ക് അവർ പോവുക. കാരണം നാമം ജപിക്കാൻ പറയുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ദോഷമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗ്ഗം നാമജപം മാത്രമാണ്. കാരണം മനുഷ്യർ വളരെ നിസ്സാരരാണെന്ന് മനസ്സിലാക്കുക. നമ്മളുടെ ആഗ്രഹം പോലെയൊന്നും കാര്യങ്ങൾ നടക്കില്ല. ഈശ്വരൻ തീരുമാനിക്കണം, അതേ നടക്കൂ. അപ്പോൾ ഈശ്വരനോട് നല്ല രീതിയിൽ നാമം ജപിക്കുക, നന്നായിട്ട് ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക. നമ്മുടെ ദോഷങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ കഠിന ദോഷമാണെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ഈശ്വരാരാധനയും കാര്യങ്ങളൊക്കെ നടത്തണമെന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ആത്മവിശ്വാസം എല്ലാത്തിലും ഒരു കുറവായിരിക്കും. അലസത മൂലം സഹപ്രവർത്തകരിൽ നിന്ന് മനസ്സിന് ബുദ്ധിമുട്ടും പ്രയാസങ്ങളെല്ലാം ഉണ്ടാകും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാവും. അതേപോലെ ധനം അത്ര അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങളിലൊക്കെ നഷ്ടം സംഭവിക്കാം. മക്കളിൽ നിന്നും ജീവിത പങ്കാളിൽ നിന്നുമൊക്കെ മനസ്സിന് അസ്വസ്ഥമായ ചില സംഭവങ്ങൾ ഉണ്ടാകും. ചില വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരും. തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരൊന്നും അനുകൂലമല്ല. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ വിദ്യാർത്ഥികൾക്ക് പൊതുവെ ഗുണകരമായിരിക്കും. ബന്ധുക്കൾ അനുകൂലമാണ്. സുഹൃത്തുക്കളും ഒരു പരിധി വരെ അനുകൂലമാണ്. മിഥുന രാശിക്കാർ ശ്രദ്ധിച്ച വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കേട്ടോ. അങ്ങനെ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോൾ തന്നെ വലിയ ദോഷങ്ങൾ കുറഞ്ഞിരിക്കുമെന്ന് മനസ്സിലാക്കുക. കർക്കിടകം, പുണർതം അവസാന കാൽഭാഗം, പൂയം ഐല്യം. കർക്കിടകം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. മനസ്സ്, ബുദ്ധി ഇതൊക്കെ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് പല കാര്യങ്ങളും നല്ല രീതിയിലൊന്ന് ചിന്തിച്ചാൽ മേന്മയുണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അതേപോലെ മാതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. എന്നാൽ പിതൃസ്ഥാനീയരത്ര അനുകൂലമായിരിക്കില്ല. അലസത മൂലം കർക്കിടകക്കൂറുകാർ പലതും മാറ്റിവെക്കുന്ന ഒരു സമയമായിരിക്കും. എല്ലാ കാര്യത്തിലും ഒരു സംശയം കർക്കിടകക്കൂറുകാർക്ക് നിൽക്കും. അതേപോലെ ആരോഗ്യപരമായ കാര്യങ്ങളും അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിൽ രംഗത്ത് അത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല. സഹപ്രവർത്തകരിൽ നിന്ന് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിക്കുന്ന ദിവസമായിരിക്കും. അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുജനങ്ങളുടെ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ മനസ്സിന് പ്രയാസമുണ്ടാകുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകും. അതും ശ്രദ്ധിക്കുക. ഇനി ചിങ്ങം, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങക്കൂറുകാർക്കും ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും. ശത്രുദോഷം അല്പം കുറഞ്ഞിരിക്കുന്ന ദിവസമായിരിക്കും ചിങ്ങക്കൂറുകാർക്ക്. ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ അനുകൂലമായ അവസ്ഥയുണ്ടാകും. അതേപോലെ വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ്. ബന്ധുജനങ്ങളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും. വാക്കുകൾ പൊതുവെ ഗുണകരമായിരിക്കുമെന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും ഒരു തന്മയത്വത്തോടെ നടത്തി കൊടുക്കാനായിട്ട് കഴിയും. എങ്കിലും ചിങ്ങൻ രാശിക്കാർക്ക് ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും. അതേപോലെ തന്നെ
ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ടുണ്ടാവും. ദൈവാധീനം കുറയുന്ന ഒരു സമയം കൂടെയാണ്. തൊഴിൽരംഗത്തൊട്ടും അനുകൂലമല്ല. സഹപ്രവർത്തകരിൽ നിന്നും അനുകൂലമല്ലാത്ത സ്ഥിതികളുണ്ടാകും. അതേപോലെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കന്നി, ഉത്തരം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമുള്ള ദിവസമാണ്. എങ്കിൽ പോലും അവർക്ക് പൊതുവെ ദോഷകരമായ ദിവസമായിരിക്കും. ധനപരമായ അല്പം നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. തൊഴിൽരംഗത്ത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവില്ല. സഹപ്രവർത്തകർക്ക് അനുകൂലമായിരിക്കും. എന്നാൽ എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോട് ചെയ്യാനൊക്കെ കഴിയും. അലസത വളരെ കുറവായിരിക്കും. ആത്മവിശ്വാസത്തോട് കാര്യങ്ങളെല്ലാം ചെയ്യും. സഹോദര സ്ഥാനീയരിൽ നിന്നൊക്കെ അനുകൂലമായ നിലപാടുണ്ടാകില്ല. ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കില്ല. അതിൻ്റെ ഒരു പ്രയാസമൊക്കെ അനുഭവിക്കേണ്ടി വരും. തൊഴിൽരംഗത്താണെങ്കിൽ അത്ര മേന്മ എങ്കിലും കുഴപ്പമില്ല, സഹപ്രവർത്തകർക്ക് അനുകൂലമായിരിക്കും. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കന്നിക്കൂറുകാർ തൊഴിൽ മേഖലയിലൊന്നും പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ലഹരി ഒന്നും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല. അത് ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിൽ പോകാതിരിക്കുക കന്നിക്കൂറുകാർ, കാരണം അവർക്ക് ഒട്ടും അനുകൂലമല്ല. അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുക്കൾ സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമല്ല. വാക്കുകൾ മൂലം ചില നഷ്ടങ്ങളൊക്കെ ചിലപ്പോൾ കന്നിക്കൂറുകാർക്ക് ഉണ്ടായി എന്ന് വരും. അതും ശ്രദ്ധിക്കുക. ഇനി തുലാം, ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറുകാർക്ക് കഠിനദോഷമായ സമയം തന്നെയാണ്. എല്ലാ മേഖലകളിലും അവർ വളരെയധികം ശ്രദ്ധിക്കണം. അവർക്ക് വാക്കുകൾ അനുകൂലമായി പ്രയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. എന്നാൽ ബുദ്ധിയും മനസ്സും ശരിയായിരിക്കില്ല. ഈ ബുദ്ധിയും മനസ്സും ശരിയാകാതെ വന്നാൽ ചെയ്യണ കാര്യങ്ങളൊന്നും അത്ര കൃത്യമാകില്ല. അതുമാത്രമല്ല, അലസത കൊണ്ട് വലിയ പ്രയാസം. തുലാ രാശിക്കാർക്ക് ഇപ്പോൾ കുറച്ച് നാൾ അലസതയുടെ ഒരു കാലഘട്ടമാണ്. എല്ലാ കാര്യത്തിലും സംശയവും മാറ്റിവെക്കലും ഒക്കെ ആയിരിക്കും. തൊഴിൽ കാര്യങ്ങളൊക്കെ നാളെ ചെയ്യാം എന്ന് തോന്നും. അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക. ദൈവാധീനം കുറവായതുകൊണ്ട് ധനനഷ്ടമൊക്കെ ഉണ്ടാകും. അതേപോലെ വീട്ടിൽ നിന്നും മക്കളിൽ നിന്നൊന്നും അനുകൂലമായ ഒരു സമീപനം കിട്ടിയെന്ന് വരില്ല. തൊഴിൽരംഗത്താണെങ്കിലും സഹപ്രവർത്തകരൊന്നും അത്ര മേന്മയുള്ളവരായിരിക്കില്ല. നമ്മളോട് അനുകൂലമായിട്ട് പെരുമാറിയെന്നും വരില്ല. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക തുലാം രാശിക്കാർ. വൃശ്ചികം, വിശാഖം അവസാന മുക്കാൽ ഭാഗം, അനിഴം തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കാർക്ക് ദോഷമാണ്, എങ്കിലും ദൈവാധീനം ഉള്ളത് കൊണ്ട് കുറച്ച് മേന്മയൊക്കെ അതിനകത്ത് പ്രതീക്ഷിക്കാം. ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. മക്കളിൽ നിന്നും അനുകൂലമാകും. ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു സഹകരണം ഉള്ളത് കൊണ്ട് പല കാര്യങ്ങൾക്ക് അല്പം നേട്ടമൊക്കെ ഉണ്ടാവും. എന്നാൽ ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും വൃശ്ചികം രാശിക്കാർക്ക് അനുഭവപ്പെടും. വേണ്ടതുപോലെ ചെയ്യാൻ പറ്റൂല വൃശ്ചികം രാശിക്കാർക്ക്. എന്നാലും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ അലസതയും മടിയും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഒരു പരിധിവരെ കാര്യങ്ങളെയൊക്കെ അനുകൂലമാക്കാനായിട്ട് ശ്രമിച്ചാൽ നടക്കും. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. അതേപോലെ ശത്രുദോഷം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് വൃശ്ചികം രാശിക്കാർക്ക്. അതുകൊണ്ട് തൊഴിൽ മേഖലയിലൊക്കെ ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. ബന്ധുജനങ്ങളും അനുകൂലമായിരിക്കില്ല. ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലും തൊഴിൽ മേഖലയിലൊന്നും പോകാതിരിക്കാനും വൃശ്ചികക്കൂറുകാർ ശ്രദ്ധിക്കുക. ഇനി ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽ ഭാഗം. ധനുരാശിക്കാർക്ക് നേട്ടമുള്ള ദിവസമാണ്, അനുകൂലമായ ദിവസമാണ്. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ മേന്മയുണ്ടാകും. മനസ്സും ബുദ്ധിയും ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് കാര്യങ്ങൾ ഭംഗിയാക്കാനായിട്ട് കഴിയും. എങ്കിലും ഒരു ദൈവാധീനക്കുറവ് നിഴലിക്കുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും ധനുക്കൂറുകാർക്ക്. വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒന്നായി ശ്രദ്ധിച്ച വാക്ക് നല്ലപോലെ അനുകൂലമാക്കാൻ കഴിയുന്ന ഒരു രാശിയാണ് ധനുരാശി ഈ ദിവസം. അതേപോലെ ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ അനുകൂലാവസ്ഥ ഉണ്ടാവും. ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലാവസ്ഥ ഉണ്ടാവും.
അപ്പോൾ അതുകൊണ്ടെല്ലാം കാര്യങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. തൊഴിൽ മേഖലയും വലിയ കുഴപ്പമില്ല, സഹപ്രവർത്തനം തൊഴിലാളികളുടെയൊക്കെ അനുകൂലാവസ്ഥ ഉണ്ടാവും. ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അലസതയൊന്നും അത്ര കാര്യമായിട്ട് ബാധിക്കില്ല. ആരോഗ്യവും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. എന്നാൽ സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം തൊഴിൽ മേഖലയിൽ ഉണ്ടാവും. ദൈവാധീനക്കുറവ് ഉള്ളതുകൊണ്ട് മക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം. സാമ്പത്തിക നഷ്ടം ഉണ്ടാവാം. അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അതൊക്കെ ഉപയോഗിച്ചിട്ട് ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത്. അനുകൂലമല്ലാത്ത ദിവസങ്ങളിൽ ഇതൊക്കെ കഴിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മകരം, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറ്. മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രാവസ്ഥയാണ്. എങ്കിലും ദൈവാധീനമുള്ള ഒരു ദിവസമാണ്. ധനപരമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാവും. എങ്കിലും ആത്മവിശ്വാസക്കുറവ് മൂലം പല കാര്യങ്ങളിലും ചില തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടും. നാളത്തേക്കൊന്ന് മാറ്റിവെക്കാതിരിക്കാൻ ചെയ്യാം. ശരീരത്തിന് നല്ല ക്ഷീണം അനുഭവപ്പെടുകയൊക്കെ ചെയ്യും മകരക്കൂറുകാർക്ക്. അതുകൊണ്ട് ഒന്നും ചെയ്യാനുള്ളൊരു എനർജി ഉണ്ടാവില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് സ്വമേധയാ അതങ്ങോട്ട് ചെയ്ത് തീർക്കണം. അതാണ് ചെയ്യേണ്ടത്. തൊഴിൽ രംഗത്തൊന്നും അനുകൂലമല്ല. സഹപ്രവർത്തകർ അത്ര മേന്മയുള്ളവരൊന്നല്ല എന്ന് മനസ്സിലാക്കുക. സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ അനുകൂലമായിരിക്കില്ല. അതിൻ്റെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇനി കുംഭം രാശി, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭം രാശിക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ്. കഠിന ദോഷമുള്ള ദിവസമാണ്. നന്നായി നാമം ജപിച്ചാൽ ഏത് കഠിന ദോഷവും മാറും. അതാദ്യം മനസ്സിലാക്കണം. കഠിന ദോഷം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അനുകൂലമല്ലാത്ത ദിവസം, ഒട്ടും അനുകൂലമല്ലാത്ത ദിവസം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അനുകൂലമില്ലാത്ത ദിവസം ദോഷകരമെന്ന് പറയുന്നത്. കഠിന ദോഷം എന്ന് പറഞ്ഞാൽ ഒട്ടും അനുകൂലമല്ല. അപ്പോൾ ജാതകം കൂടെ അനുകൂലം അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലുള്ള ദിവസമാണ്. അതുകൊണ്ട് നാമം ജപിച്ച് ഈശ്വരാരാധന നടത്തിയൊക്കെ മുന്നോട്ട് പോകണം. ദൈവാധീനം ഒട്ടും ഇല്ലാത്ത ദിവസമാണ്. അത് പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ദോഷമുള്ള ദിവസം ദോഷമാണെന്ന് പറഞ്ഞാലല്ലേ ആ കുറുകാർ വളരെ ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പോൾ ദോഷം വരാതിരിക്കുമല്ലോ, ശ്രദ്ധിക്കുന്നുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുക. അങ്ങനെ ഒരു ഉദ്ദേശമില്ല. നല്ലത് കാണുന്ന ദിവസം നല്ലതെന്ന് പറയാറുണ്ട്, ഗുണമാണെന്ന് പറയാറുണ്ട്. ഈ കഠിന ദോഷം വന്നാൽ പോലും അതിനകത്തും ചില സ്ഥലത്ത് ഗുണങ്ങൾ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഗുണങ്ങളാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് വേണ്ടത് കേട്ടോ. ഇവിടെ ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. അതേപോലെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ അനുകൂലമായിരിക്കും. വളരെ ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാം. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള നേട്ടം കുംഭരാശിക്കാർക്ക് ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ദൈവാധീനക്കുറവ് ഉള്ളത് കൊണ്ട് എല്ലാത്തിനും ഒരു പ്രയാസങ്ങളും തടസ്സവും അലസതയും ഒക്കെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും നാളത്തേക്ക് മാറ്റി വയ്ക്കണമെന്ന് തോന്നും. ആരോഗ്യനില അത്ര അനുകൂലമായിരിക്കില്ല കുംഭൻ രാശിക്കാർക്ക്. ഒരു കാര്യത്തിനും മനസ്സ് വേണ്ടതുപോലെ നിൽക്കില്ല കുംഭൻ രാശിക്ക്. മനസ്സും ബുദ്ധിയും ഒന്നും അത്ര അനുകൂലമല്ല. അപ്പോൾ വേണ്ടാത്തത് ചെയ്യാനുള്ളൊരു പ്രവണത ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനങ്ങൾ അനുകൂലമല്ല. അതേപോലെ ശത്രുക്കൾ വീതമുള്ള ദോഷം ഉണ്ടാവുകയും ചെയ്യും. കുംഭക്കാരും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുക. ഈ ദോഷം കഠിന ദോഷം പറഞ്ഞിട്ടുള്ളവർ ഒരിക്കലും ആ ദോഷം തീരുന്നതുവരെ ഈ വക സാധനങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മീനം രാശിക്കും കഠിന ദോഷം തന്നെയാണ്. ജീവിത പങ്കാളിയിൽ നിന്ന് ചില അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാവും. ഒരു പിൻബലമുണ്ടാകും, അതിൻ്റെ മേന്മയുണ്ടാകും. എങ്കിലും ദൈവാധീനമൊക്കെ കുറവാണ്. ശത്രുദോഷം ഉണ്ടാവും. ബന്ധുജനങ്ങളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ഒട്ടും അനുകൂലമല്ല. ധനപരമായ നഷ്ടമുണ്ടാകും. തൊഴിൽ സ്ഥലത്ത് തൊഴിലാളികളായിട്ട് അത്ര അനുകൂലാവസ്ഥയായിരിക്കില്ല. സഹപ്രവർത്തകരും അത്ര മേന്മയുള്ളവരൊന്നും ആയിരിക്കില്ല. അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ആരോഗ്യവും അത്ര മേന്മയല്ല. മീനരാശിക്കാർക്ക് എല്ലാത്തിലും അലസതയായിരിക്കും. മീനരാശിക്കാർക്ക് പ്രത്യേകം പറയാനുള്ള അവരുടെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണമെന്നാണ്. ഈ വാക്കുകൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിലും മീനരാശിക്കാർക്ക് പല നഷ്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കൂടെ മനസ്സിലാക്കുക. അലസതയും ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ശരീരക്ഷീണമൊക്കെ അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. സാരമില്ല, അതൊക്കെ നാമം ജപിച്ച് കഴിയുമ്പോൾ മാറ്റം വരും. അങ്ങനെ നാമം ജപിച്ച് മുന്നോട്ട് പോവുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. ഇത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയോടെ ചെയ്യാം. നിങ്ങൾക്ക് ഗുണകരമാണല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും ഇത് മേന്മയുണ്ടാകും. കാരണം ദോഷം വരാൻ സാധ്യതയുള്ള
ബന്ധങ്ങളെ പോലും ഞാൻ എടുത്തു പറയുന്നത് അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ദോഷം വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാനൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഞാനീ പറയുന്ന നിർദ്ദേശങ്ങൾ അതിൻ്റേതായ അർത്ഥത്തിൽ തന്നെ നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വലിയ പിന്തുണ നൽകുക തന്നെ ചെയ്യും. അത് മനസ്സിലാക്കുക. നിങ്ങളെല്ലാവർക്കും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുക. അതുകൊണ്ട് തന്നെ വാട്സാപ്പിലേക്ക് ആണെങ്കിലും എല്ലാവർക്കും നമസ്തേ.